Welcome all to the topic Surveying 1. ഇതിൽ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 കവേഴ്സ് ദ ടോപ്പിക് ലെവലിംഗ്. രണ്ട് ചാപ്റ്ററിലും അത് തന്നെയാണ് വരുന്നത്. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക്, സർവേയിങ്ങിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ TP കനേത്കർ, ഇതിൽ സർവേയിങ് എന്ന് പറഞ്ഞ് വാങ്ങിയാലും ഈ ടോപ്പിക്കിൽ രണ്ട് പാർട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ട് സർവേയിങ്, അതർ വൺ ലെവലിംഗ്. നിങ്ങളുടെ സിലബസിൽ ആദ്യത്തെ 2 യൂണിറ്റ്സ് സർവേയിങ്ങിനും പിന്നെയുള്ള 2 യൂണിറ്റ്സ് ലെവലിങ്ങിനും ആയിട്ടാണ് മാറ്റി വച്ചിരിക്കുന്നത്. So in this class we will start the leveling part. അപ്പോൾ ഇതിൽ സർവേയിങ്ങും ലെവലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ബേസിക്കലി സർവേയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാൻഡ് മെഷർ ചെയ്യുന്ന ഒരു രീതി. നമുക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വയ്ക്കാനായിട്ട് അത് ഒരു ഉപകരണം യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ടേപ്പ്, ഏറ്റവും ചെറിയ ഉപകരണമായ ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് മെഷർമെൻ്റ് എടുത്ത് അത് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് ബേസിക്കലി സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സർവേയിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മുടെ ഗ്രൗണ്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഉള്ള പോയിന്റുകളുടെ പൊസിഷൻ, റിലേറ്റീവ് പൊസിഷനുകൾ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സർവേയിങ് എന്നുള്ളത്. അതൊരു ജനറൽ ടേമാണ്. ഇനി ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് സർവേയിങ്, but process of determining positions of points in a vertical plane. അപ്പോൾ അതാണ് അവിടുത്തെ ഡിഫറൻസ്. വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലെവലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ലെവലിംഗ് കംസ് അണ്ടർ സർവേയിങ്. ബോത്ത് ആർ ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ഓഫ് പോയിന്റ്സ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഈ ഡയഗ്രാം, ഈ ഫോട്ടോഗ്രാഫ് നോക്കുമ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് സൈറ്റിൽ അല്ലെങ്കിൽ ഫീൽഡിൽ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് പ്ലേസ് ചെയ്ത് റീഡിംഗ് എടുക്കുന്നതാണ്. ലെവലിംഗ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബേസിക്കലി നമുക്ക് 2 ആളുകളാണ് അതിന് വേണ്ടി വരിക റീഡിങ്സ് എടുക്കാനായിട്ട്. നമ്മളൊരു ടേപ്പ് പിടിക്കണമെങ്കിലും 2 പേര് വേണം, ടേപ്പിൻ്റെ 2 അറ്റത്തും. എന്നതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രിപ്പോഡ്, ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു 3 കാലുള്ള ഒരു 3 ലെഗുള്ള ഒരു ട്രിപ്പോഡുമേ ഒരു ഇൻസ്ട്രുമെൻ്റ്, നമുക്കൊരു ക്യാമറ പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ്. ഈ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യാൻ ഒരാളും, അതുപോലെ ഇതിൻ്റെ സ്റ്റാഫ് എന്ന് പറയുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്കെയില്, ഇത് ഹോൾഡ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഗ്രൗണ്ടിലുള്ള പോയിന്റുകളിൽ പിടിക്കാനായിട്ട് വേറൊരാളും. അങ്ങനെ വി നീഡ് ഇൻസ്ട്രുമെൻറ്റ് ആസ് വെൽ ആസ് സ്റ്റാഫ്. അപ്പോൾ ബേസിക്കലി ഈ സൈറ്റിൽ ലെവലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, 2 ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് ഈ സ്ലൈഡിൽ. ഈ ലെവലിംഗ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഡയഗ്രത്തിൽ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ള ആൾ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് അത് ഉപയോഗിച്ച് ഈ യെല്ലോ ഷർട്ട് ഇട്ടിരിക്കുന്ന സ്റ്റാഫ്, അയാൾ പിടിച്ചിരിക്കുന്ന സ്റ്റാഫ് റീഡിങ് റീഡ് ചെയ്യുകയാണ്. യെല്ലോ ഷർട്ടുകാരൻ നിൽക്കുന്നത് B എന്ന് പറയുന്ന പോയിന്റിലാണ്, ഗ്രൗണ്ടിൽ B എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. സോ സെക്കൻഡ് ഡയഗ്രാം നോക്കുക. സെക്കൻഡ് ഡയഗ്രത്തിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിരിക്കുന്ന ആ ഒരു
സ്ഥലം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയുണ്ട്. അവിടെ സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ദെൻ എ എന്ന് പറയുന്ന പോയിന്റ് വേറൊരു പോയിന്റാണ് ഗ്രൗണ്ടിലുള്ള. ആക്ച്വലി ദിസ് ഈസ് ദ ഗ്രൗണ്ട് സർഫസ്. ഗ്രൗണ്ട് സർഫസ് ഹൊറിസോണ്ടൽ അല്ല, നമുക്കറിയാം. നമുക്കൊരു ഫുട്ബോൾ മൈതാനമാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും ഒരു ഗ്രൗണ്ട് സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ലെവൽ സർഫസ് ആയിരിക്കില്ല. അണ്ടുലേഷൻസ് ഉണ്ടാവും, കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും. സോ രണ്ട് പോയിന്റുകൾ എ ആൻഡ് ബി need not be at the same horizontal plane. There will be a vertical distance between A and B. രണ്ട് പോയിന്റുകൾ എയും ബിയും തമ്മിൽ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 0 ആയിരിക്കണമെന്നില്ല. എയും ബിയും തമ്മിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ വി ക്യാൻ സേ both points are lying on the same horizontal plane. പക്ഷേ ഭൂമിയിൽ പല സ്ഥലങ്ങളും പല പോയിന്റുകളും സെയിം ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലാത്തതുകൊണ്ട് ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എയും ബിയും തമ്മിൽ ഉണ്ടാവും. ഇത് കണ്ടുപിടിക്കാനാണ് ബേസിക്കലി ലെവലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തു. ദെൻ എ എന്ന പോയിന്റിലേക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് ആ പോയിന്റിലേക്കുള്ളൊരു മെഷർമെൻറ്റ് എടുത്തു. സോ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഹൈറ്റ് കിട്ടും. ആ ഒരു ഹൈറ്റ് ബി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ ബി, ഇഫ് ദിസ് ഹൈറ്റ് ഇസ് സ്മോൾ ലെറ്റർ ബി, അതേ ഹൊറിസോണ്ടൽ ലൈനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റും നമുക്ക് ഈ സ്റ്റാഫിൽ നിന്ന് മെഷർ ചെയ്ത് എടുക്കാൻ കഴിയും. സോ സപ്പോസ് ദാറ്റ് റീഡിങ് ഇസ് എഫ്. ഈ ബി എന്നും എഫ് എന്നും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വെറുതെ രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ദ ലെവൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ദ വാല്യൂ ബി മൈനസ് വാല്യൂ എഫ്. ബി മൈനസ് എഫ് ചെയ്തന്നെ നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമ്മൾ പറയും ബി എന്ന് പറയുന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിനെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് ബൈ ആൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു ബി മൈനസ് എഫ്. അത് നമുക്ക് ചിലപ്പോൾ 1 മീറ്റർ ആയിരിക്കാം കിട്ടുക, അല്ലെങ്കിൽ 1.2 മീറ്റർ ആയിരിക്കാം കിട്ടുക, ഡിപ്പെൻഡിങ് ഓൺ ദ പോയിന്റ്സ്. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് താഴെ, ലെവലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റിലേറ്റീവ് ഹൈറ്റ് ബിറ്റ്വീൻ പോയിന്റ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റിലേറ്റീവ് ഹൈറ്റ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ വാല്യൂ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ്. സോ എനെ അപേക്ഷിച്ച് ബി ഉയർന്നിരിക്കുകയാണോ താന്നിരിക്കുകയാണോ എന്നുള്ളത്. ഈ ഒരു എക്സാമ്പിളിൽ എനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ബി ഉയർന്നിരിക്കുന്ന സ്ഥലമാണ്. സോ റിലേറ്റീവ് ഹൈറ്റ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എഫ്. സോ ലെവലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. നമുക്ക് വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. വേറെ സർവേയിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഈ യൂണിറ്റ് 3ലും 4ലും വരുന്നത് ലെവലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. വേറെ നിങ്ങളുടെ സർവേയിങ് 1 എന്ന് പറയുന്ന പേപ്പറിൽ ഫസ്റ്റ് 2 യൂണിറ്റ്സ് സർവേയിങ് മാത്രമാണ്, അതായത് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റ്സ് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. മൊഡ്യൂൾ 3ലും 4ലും വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു മലയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെഷർമെൻ്റ് ആണത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലെവലിംഗ് ഓപ്പറേഷനിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇതിൻ്റെ എക്സാക്റ്റ് ഡെഫിനിഷൻ ഫോർ ലെവലിംഗ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്.
it is defined as an art of determining the relative height of different points on, above or below the surface. സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത് എർത്ത് സർഫസ് ആണ്. എർത്ത് സർഫസിലോ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഏത് പോയിന്റുകളുടെയും റിലേറ്റീവ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗ്. ഈ ലെവലിംഗ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു 2 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഈ 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ടു ഫൈൻഡ് ദ എലിവേഷൻ ഓഫ് ഗിവൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു സം അസ്യൂംഡ് റെഫറൻസ് ലൈൻ വിച്ച് ഇസ് കോൾഡ് ഡാറ്റം. ഒരു പോയിന്റിൻ്റെ നമ്മൾ പോയിന്റ് എ ഫോർ എക്സാമ്പിൾ, ആ ഒരു പോയിന്റ് ഗ്രൗണ്ടിലുള്ളൊരു പോയിന്റ് അതിൻ്റെ എലിവേഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റ് ഏതെങ്കിലും ഒരു റെഫറൻസിൽ നിന്ന് വേണമല്ലോ മെഷർ ചെയ്യാനായിട്ട്. ആ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റം എന്നാണ് പറയാറ്. അപ്പോൾ ഒരു ഡാറ്റത്തിൽ നിന്ന്, ഒരു അസ്യൂംഡ് ഡാറ്റത്തിൽ നിന്ന് നമ്മളുടെ പോയിന്റ് എത്ര ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്, 20 മീറ്ററിലാണോ അല്ലെങ്കിൽ 25 മീറ്ററിലാണോ, എത്ര മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അതുപോലെ പോയിന്റ് ബിയുടെ, പിന്നെ പോയിന്റ് സിയുടെ, അങ്ങനെ അനേകം പോയിന്റുകളുടെ എലിവേഷൻ മീൻസ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എ പോയിന്റ് അറ്റ് റിക്വയർഡ് എലിവേഷൻ അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം. ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ട്, ഡാറ്റം എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ലൈനാണ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് പ്ലെയിനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പോയിന്റിൻ്റെ ഒരു തന്നിരിക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് ഗ്രൗണ്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ പേപ്പറിനകത്ത് ഈ പോയിന്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം 24 മീറ്റർ ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ പോയിന്റ് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട്, ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റും സ്റ്റാഫൊക്കെ യൂസ് ചെയ്തിട്ട്, ഓക്കെ ഈ സ്ഥലത്താണ്, ഗ്രൗണ്ടിൽ ഈ സ്ഥലത്താണ് ഈ പറഞ്ഞ പോയിന്റ് ഇരിക്കുന്നത്, ഈ സ്ഥലത്താണ് ഈ പോയിന്റിൻ്റെ ലൊക്കേഷൻ എന്ന് കണ്ടുപിടിച്ച് സൈറ്റിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആവശ്യം വരുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുറേ മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ നമുക്ക് കുറേ കട്ട് ചെയ്ത് മാറ്റേണ്ട വരും. അപ്പം ഏതുവരെ എത്ര എലിവേഷൻ വരെ ഫില്ല് ചെയ്യണം, ഒരു പർട്ടിക്കുലർ റോഡിൻ്റെ ഒരു പോയിന്റിൽ എത്ര എലിവേഷൻ വരെ മണ്ണ് ഫില്ല് ചെയ്യണം എന്നുള്ള ഡ്രോയിങ്ങിനകത്ത് ഉണ്ടാവും. പക്ഷേ ഫീൽഡിനകത്ത് അത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. സോ ഫോർ ദാറ്റ് വി നീഡ് ടു യൂസ് ലെവലിംഗ് പ്രോസസ് അറ്റ് ദ സൈറ്റ്. അതുപോലെ തന്നെ കട്ട് ചെയ്യണമെങ്കിൽ എത്ര ഡെപ്തിലേക്ക് കട്ട് ചെയ്യണം എന്നുള്ള ഡ്രോയിങ് വി ഹാവ് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനോ അല്ലെങ്കിൽ എലിവേഷനോ ഒക്കെ ഉണ്ടാവും നമുക്ക് ഡ്രോയിങ് വൈസ്. ബട്ട് ഇത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. സോ ദാറ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ലെവലിംഗ് പ്രോസസ്സ്. സോ സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് ടു എസ്റ്റാബ്ലിഷ് പോയിന്റ്സ് അറ്റ് റിക്വയർഡ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റ. സോ നമ്മളിതുവരെ പഠിച്ചത് വാട്ട് ഈസ് ലെവലിംഗ്, ഡെഫിനിഷൻ ഓഫ് ലെവലിംഗ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗ്. ഇത് ഇനി അടുത്തത് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ദ വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടേമും എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് വൺ, ലെവൽ സർഫസ്. ലെവൽ സർഫസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഒരു വളരെ ലെവൽ നല്ല ഒരു അണ്ടുലേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഭൂമിയുടെ ഒരു സർഫസ്, നമുക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് അതാണെന്ന് തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ്സ് ഡെഫിനിഷൻ ഈസ് നോട്ട് എക്സാക്ട്ലി ദ സെയിം. ഇറ്റ് ഈസ് ദ സർഫസ് പാരലൽ ടു ദ മീൻ സ്പിറോയിഡൽ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിനൊരു ഷേപ്പ് ഉണ്ട് അല്ലേ?
ഒരു സ്ഫിയറിൻ്റെ ഷേപ്പാണ്. എക്സാക്ട്ലി ഒരു സ്ഫിയർ അല്ല, ഇതിൻ്റെ റേഡിയസിന്, ഈ ഭൂമിയുടെ റേഡിയസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു സ്ഫിറോയിഡൽ ഷേപ്പാണ് ഇതിന് വരുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു ഒബ്ലേറ്റ് സ്ഫിറോയിഡ്, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒബ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്ഫിയർ ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ ഈ സ്ഫിയറിന് പാരലായിട്ടുള്ള ഒരു സർഫസ്, അപ്പോൾ ഓഫ് കോഴ്സ് അത് ഒരു സ്ഫിയർ തന്നെയായിരിക്കും, വേറൊരു സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ആ സർഫസിനെയാണ് ആക്ച്വലി ലെവൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു ലെവൽ സർഫസ് ആയിട്ട് തോന്നുന്നത് ഈ ഭൂമിയുടെ റേഡിയസ് അത്രയ്ക്കധികം വലുതായതുകൊണ്ടാണ്. നല്ല കിലോമീറ്റർ ലെങ്ത് ഉള്ള റേഡിയസ് ആയിട്ടുള്ള ഭൂമിയുടെ വലിപ്പം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഒരു സ്ഫിറിക്കൽ ഷേപ്പിലുള്ള ഒരു ഭൂമിയുടെ സർഫസ് നമുക്ക് ലെവൽ സർഫസ് ആയിട്ട് തോന്നുന്നത്. സോ ലെവൽ സർഫസ് ഈസ് ദ സർഫസ് പാരലൽ ടു ദ മീൻ സ്ഫിറോയിഡൽ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നത്, സാധാരണ പറയുന്നത്, ഒരു ലേക്ക്, ഒരു തടാകം, ഒരു നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു തടാകത്തിൻ്റെ ടോപ്പ് സർഫസ്, വെള്ളത്തിൻ്റെ സർഫസ്, ദ സർഫസ് ഓഫ് എ സ്റ്റിൽ ലേക്ക് ഈസ് ദ എക്സാമ്പിൾ ഫോർ എ ലെവൽ സർഫസ്. ആക്ച്വലി ആ ഒരു തടാകം ഒരു വലിപ്പം കൂടിയാണ്, നല്ല വലുതൊരു കടലിൻ്റെ അത്രയുള്ള ഒരു വലിപ്പമുള്ളതായിരുന്നെങ്കിൽ, അതനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ആക്ച്വലി ഒരു കർവ് ഷേപ്പിലായിരിക്കും ഇരിക്കുക. വലിയൊരു രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സ്ഫിറിക്കൽ ഷേപ്പിലാണ് വരിക. സോ ദാറ്റ് സർഫസ് ഈസ് ആക്ച്വലി വി കോൾ ഇറ്റ് എസ് എ ലെവൽ സർഫസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. നൗ നെക്സ്റ്റ് ടേം ഈസ് ലെവൽ ലൈൻ. It is a line laying on level surface. ലെവൽ സർഫസിൽ കിടക്കുന്ന ഏത് ലൈനിനെയും നമുക്ക് ഒരു ലെവൽ ലൈനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ ലെവൽ സർഫസുകൾ എത്ര എണ്ണം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, there will be infinite number of level surfaces because നമുക്ക് പാരലായിട്ടുള്ള എല്ലാ സർഫസുകളെയും ലെവൽ സർഫസ് എന്ന് പറയാം. അതുകൊണ്ട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പാരലൽ പ്ലെയിൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. സോ ദർ വിൽ ബി മെനി നമ്പർ ഓഫ് ലെവൽ സർഫസ്. നൗ ലെവൽ ലൈനുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, അതും നമുക്കൊരു ലെവൽ സർഫസ് എടുത്താൽ തന്നെ വി ക്യാൻ ഡ്രോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് അതിനകത്ത്, അല്ലേ? അപ്പോൾ അതിനെല്ലാം നമ്മൾ ലെവൽ ലൈൻ എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. നെക്സ്റ്റ് ടേം ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡെഫിനേഷൻ ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ത്രൂ എ പോയിന്റ് ഈസ് എ പ്ലെയിൻ ടാൻജൻഷ്യൽ ടു എ ലെവൽ സർഫസ്. ഒരു ലെവൽ സർഫസിൽ ഉള്ള ഒരു പോയിന്റിൽ അതിന് ടാൻജൻഷ്യലായിട്ട് ഒരു പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ, ഒരു സർഫസ് വരയ്ക്കുകയാണെങ്കിൽ, ദാറ്റ് സർഫസ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഞാനിവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇപ്പോൾ സി ആക്ച്വലി ഇത് സ്ഫിയർ ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി ദ എർത്ത് ഒരു സ്ഫിയർ ആയിട്ട് വരച്ചു. ഇതിന് പാരലായിട്ട് ഞാനൊരു സർഫസ് വരച്ചു. ആക്ച്വലി ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു this distance. Everywhere the distance from the earth is the same. So this surface is a level surface. ഇത് നമുക്കൊരു ലെവൽ സർഫസ് ആണ്. കർവ് ആയിട്ടാണ് ഇരിക്കണമെങ്കിലും we call it as a level surface. Which one? This one. Now ഇതിനകത്ത് നമ്മൾ വരയ്ക്കുന്ന all lines ഇതെല്ലാനും ലെവൽ ലൈൻ ആണ്. ഇതൊരു ലെവൽ ലൈൻ ആണ്. This one is a level line. ഈ കർവ് ഷേപ്പിൽ തന്നെ വരയ്ക്കണം. Those are called level lines. Horizontal plane means നമ്മളൊരു പോയിന്റ് എടുക്കുക, ഈ ലെവൽ സർഫസിൽ ഒരു പോയിന്റ് എടുക്കാം, ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ. സോ ദാറ്റ് വിൽ ബി ദിസ് വൺ. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻ, ദിസ് ഈസ് എ പ്ലെയിൻ
പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലൈനായിട്ടാണ് കാണുള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. ഈ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് വൺ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. Now horizontal line means it is a straight line tangential to level line. That means it is a line which is lying in the horizontal plane. ഈ ഹൊറിസോണ്ടൽ ലൈൻ പോലെ തന്നെ വേറൊരു ടേമാണ് വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈൻ മീൻസ് vertical line, it is a line normal to the level surface through a point. ഈ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതിനകത്തുനിന്ന് ഒരു പോയിന്റ് എടുക്കാം. ആ പോയിന്റിലെ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ലെവൽ സർഫസിന് പെർപെൻഡിക്കുലറായി വരയ്ക്കാവുന്ന ഒരു ലൈൻ. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലംബ് ലൈൻ. നിങ്ങൾ പ്ലം ബോബ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ മേസൺറി കൺസ്ട്രക്ഷൻസിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതാണ് പ്ലം ബോബ്. ഈ പ്ലം ബോബ് നമുക്കൊരു കൺസ്ട്രക്ഷൻ്റെ വേർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി വേർട്ടിക്കലായിട്ട് നിൽക്കും എന്നാണ് അസംഷൻ. സോ അതിൻ്റെ ഒരു ലൈൻ ഇറ്റ് ഈസ് ആക്ച്വലി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വേർട്ടിക്കൽ ലൈൻ. ഓക്കെ, നൗ അനദർ ടേം ഈസ് vertical plane. Vertical plane is a plane which containing a vertical line. ഒരു വെർട്ടിക്കൽ ലൈൻ ഉൾപ്പെടുന്ന ഒരു പ്ലെയിനെയാണ് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈനിൽ കൂടെ തന്നെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് വരയ്ക്കാവുന്നതുകൊണ്ട് there will be number of vertical planes. അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് വേർട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇത് ആംഗിളാണ്, നമ്മൾ ഡിഗ്രിയിൽ മെഷർ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ടു ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ രണ്ട് ലൈൻസ് വരയ്ക്കാം. ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിളിനെയാണ് വേർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. കാരണം ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഈ ആംഗിൾ വരുന്നത്. സാധാരണഗതിയിൽ ഈ രണ്ട് ലൈൻസിൽ ഒരു ലൈൻ സാധാരണ ഹൊറിസോണ്ടൽ ലൈനാണ് ഒരു ലൈൻ എടുക്കാറ്. മറ്റേ ലൈനാണ് ചെരിഞ്ഞ് ഇൻക്ലൈൻഡായിട്ടിരിക്കുന്നത്. സോ ഇത് തമ്മിലുള്ള ആംഗിളാണ് വേർട്ടിക്കൽ ആംഗിൾ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് ഡാറ്റം സർഫസ്. ഡാറ്റം സർഫസ് ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു റെഫറൻസ് സർഫസ് ആണ്. ഡാറ്റം സർഫസ് ഇറ്റ് ഈസ് ആക്ച്വലി എ ലെവൽ സർഫസ്. നമ്മൾ നേരത്തെ ലെവൽ സർഫസ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഡാറ്റം സർഫസ് ഈസ് എ ലെവൽ സർഫസ് ആർബിട്രറി അസ്യൂംഡ് ഫോർ ആക്ച്വലി ആസ് എ റെഫറൻസ്. നമ്മൾ ഒരു ലെവലിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹൈറ്റുകൾ എലിവേഷൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് പ്ലെയിൻ വേണം, ഒരു റെഫറൻസ് ലെവൽ സർഫസ് വേണം. ആ റെഫറൻസ് ലെവൽ സർഫസിനെ പറയുന്ന പേരാണ് ഡാറ്റം സർഫസ് എന്ന്. അതല്ലെങ്കിൽ വെറും ഡാറ്റം എന്നും പറയാറുണ്ട്. ഡാറ്റം ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഡാറ്റം സർഫസിലുള്ള ഒരു ലൈൻ, അതിനെയാണ് ഡാറ്റം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടേംസ് ഈ ഒരു ഫിഗറിൽ, ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടേംസ് എല്ലാനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് ബേസിക്കലി ഈ ഒരു തിക്കായിട്ടുള്ള ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു എർത്തിൻ്റെ സർഫസ് ആണ്. എർത്ത് സർഫസ് നമുക്കറിയാം അണ്ടുലേഷൻസ് ഉള്ളതാണ്, ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ്, കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട്, പ്ലെയിൻ സർഫസ് അല്ല. അപ്പോൾ അതിങ്ങനെ കാണിച്ചിരിക്കുകയാണ്. മലകൾ, കുന്നുകൾ, അതുപോലെ താഴ്ചയുള്ള പ്രദേശങ്ങൾ എല്ലാം ഉണ്ടാവും. സോ ആ ഒരു സർഫസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരെണ്ണം കാണിച്ചിരിക്കുന്നത് ഒരു പെർഫെക്റ്റ്ലി ഒരു സ്ഫീറിക്കൽ ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന ഒരു സർഫസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഡാറ്റം സർഫസ് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇതൊരു ആർബിട്രറിലി നമ്മൾ എടുത്തിരിക്കുന്നതാണ്. വെറുതെ ഒരു കണക്കില്ലാതെ ഏതെങ്കിലും ഓരോ രാജ്യങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഡാറ്റം എടുക്കും. നമ്മളിപ്പോൾ ഈ ഫിഗറിൽ ഇതാണ് ഒരു ഡാറ്റം, ഒരു റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഡാറ്റം സർഫസ് ഓർ വെർട്ടിക്കൽ ഡാറ്റം, അങ്ങനെ പറയാറുണ്ട്. ഇനി നമുക്ക് 2 പോയിന്റുകളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പോയിന്റ് എ, എർത്തിൻ്റെ സർഫസിലുള്ള 2 പോയിന്റുകൾ, പോയിന്റ് ബി. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? നമ്മൾ ഓരോ പോയിന്റിലുമുള്ള ലെവൽ സർഫസ് അല്ലെങ്കിൽ ലെവൽ ലൈന് മാർക്ക് ചെയ്യാം. നമ്മൾ 2 ഡയമെൻഷനായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് സർഫസ് വരയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഈ ലെവൽ സർഫസ് എന്ന് പറയുന്നതും ലെവൽ ലൈൻ എന്ന് പറയുന്നതും സെയിം ആയിട്ട് തന്നെയാണ് കാണുള്ളൂ, ഒരു ലൈൻ പോലെയാണ് നമുക്ക് കാണുള്ളൂ. സോ പോയിന്റ് ബി കൂടെ പാസ് ചെയ്യുന്ന ലെവൽ ലൈൻ നമ്മൾ വരച്ചു എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ലൈൻ ഇറ്റ് ഈസ് പാരലൽ ടു ദ ഡാറ്റം സർഫസ് അല്ലേ. ഈ വരച്ചിരിക്കുന്ന സർഫസിന് പാരലായിട്ട് ഒരു സർഫസ് വരച്ചു. ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ പോയിന്റ് ബി കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ. ഇനി നമ്മൾ പോയിന്റ് എ കൂടെ പാസ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള വേറൊരു ലെവൽ സർഫസ് നമ്മൾ വരച്ചു. പോയിന്റ് എ കൂടെ പാസ് ചെയ്യുന്ന വേറൊരു ലെവൽ സർഫസ് വരച്ചു. ദിസ് വൺ. ആ 2 ലെവൽ സർഫസുകൾ പാസിംഗ് ത്രൂ എ ആൻഡ് പാസിംഗ് ത്രൂ ബി, അത് തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ് ആക്ച്വലി ദ ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. ഓക്കെ, ഇനി ജസ്റ്റ് സിംപ്ലി നമുക്ക് എലിവേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പോയിന്റ് ബിയുടെ ഹൈറ്റ് ഫ്രം അവർ റെഫറൻസ് ഡാറ്റത്തിൽ നിന്ന് ഉള്ള ഹൈറ്റ്. ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ എ എന്ന് പറയുന്ന പോയിന്റ് എലിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി അഗെയിൻ ദിസ് വൺ. ദിസ് വിൽ ബി ദ എലിവേഷൻ ഓഫ് പോയിന്റ് എ. അപ്പോൾ എപ്പോഴും നമ്മൾ പോയിന്റ് എ ആണെങ്കിലും ബി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് പോയിന്റ് ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും എർത്ത് സർഫസിലുള്ള ഏത് പോയിന്റ് ആണെങ്കിലും ആ പോയിന്റിൻ്റെ എലിവേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റം സർഫസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഡാറ്റം സർഫസ് ടു ദ point under consideration is called elevation of that point. ഇനി നമ്മൾ പഠിച്ച ഒരു ടേം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എ കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണിത്. അപ്പോൾ എയിലുള്ള ലെവൽ സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഈ പോയിന്റിൽ കൂടെ പോകുന്ന ടാൻജൻഷ്യൽ ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും അതിൽ കൂടെയുള്ള ലൈനിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻ എന്നും പറയുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ. നൗ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നോക്കിയിരുന്നു. വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക, ഈ ഡോട്ടറിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ലൈൻ, ആ ലൈനും ആ പോയിന്റിലുള്ള ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള ആംഗിൾ, അതിനെയാണ് വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി വെർട്ടിക്കൽ ആംഗിൾ ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ ടേക്കൺ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ.
ഈ ഡാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, അത് ഒരു റെഫറൻസ് പ്ലെയിനാണ്. നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് പ്ലെയിൻ നമ്മൾ എടുത്തിരിക്കുന്നത് കറാച്ചി, ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മീൻ സീ ലെവലാണ്. കടലിലെ ഒരു മീൻ സീ ലെവൽ. അതിന് ടൈഡുകൾ കാരണം നമുക്ക് കടലിൻ്റെ വാട്ടർ സർഫസ് കറക്റ്റ് ഒരേ ലെവലിലായിരിക്കില്ല. ഈ ടൈഡിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ലെവൽ മാറിക്കൊണ്ടിരിക്കും. സോ അതിൻ്റെ ഒരു മീൻ ആവറേജ് ഒരു സർഫസ് എടുക്കും. സോ ആ കറാച്ചിയിലുള്ള ആവറേജ് സർഫസിനെയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ സർവേ വർക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റം സർഫസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെഫറൻസ് പ്ലെയിൻ ഫോർ ലെവലിംഗ് വർക്ക്സ്. അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റം ഈസ് ആൻ ആർബിട്രറി ലെവൽ സർഫസ് ഫ്രം വിച്ച് എലിവേഷൻ ഓഫ് പോയിൻറ്റ്സ് മേ ബി റെഫേർഡ്. നമ്മൾക്ക് ഈ ഡാറ്റം സർഫസ് അല്ലെങ്കിൽ ഈ റെഫറൻസ് പ്ലെയിൻ അത് വെച്ചിട്ടാണ് ഭൂമിയിലുള്ള ഓരോ പോയിൻറ്റിൻ്റെയും എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് നമ്മൾ പറയുന്നത്. ഒരു പോയിൻറ്റിൻ്റെ ഹൈറ്റ് 13 മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഡാറ്റം സർഫസ് ആ രാജ്യത്ത് ഏതാണോ ആ ഡാറ്റം സർഫസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 13 മീറ്റർ ആണ് എന്നതാണ് മീനിങ്. ഇതിന് താഴെ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് സീ ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ടൈഡ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഈസ് എലിവേഷൻ ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ പോയിന്റ്. ആ പോയിന്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ RL എന്നും പറയാറുണ്ട്. RL മീൻസ് റെഡ്യൂസ്ഡ് ലെവൽ. സോ ദിസ് ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. RL, reduced level. Reduced level means, reduced level or elevation means it is height. It is the height or depth of any point above or below any datum. ഡാറ്റത്തിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റിലേക്കുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. സോ ദിസ് ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഡ്യൂസ്ഡ് ലെവൽ, it is the height or depth of any point above or below any datum. നമ്മൾ ഇന്ത്യയിൽ ഡാറ്റം ആയിട്ട് എടുത്തിരിക്കുന്നത് മീൻ സീ ലെവൽ അറ്റ് കറാച്ചി. It is denoted as RL. Next important term is benchmark. ഷോർട്ട് ആയിട്ട് പറയുന്നത് BM. BM means benchmark. It is a fixed reference point of known elevation with respect to datum. നമ്മൾ ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റ് നമ്മൾ ഭൂമിയിൽ ഒരു സ്ഥലത്ത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ബെഞ്ച് മാർക്ക് എന്നുള്ളത്. അപ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലിവേഷൻ അതല്ലെങ്കിൽ അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ നോൺ ആയിരിക്കും. ഈ ഡാറ്റം വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഒരു പോയിന്റിൽ, ഗ്രൗണ്ടിൽ. സോ ആ ഒരു പോയിന്റിനെ ഇറ്റ് ഈസ് എ ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ട്. ആ പോയിന്റ് വെച്ചിട്ടാണ് പിന്നീട് അവിടെയുള്ള ഒരു ലോക്കലി സർവേ ലെവലിംഗ് സർവീസൊക്കെ കണ്ടക്ട് ചെയ്യുക. ഒരു ഏരിയ, ഒരു മല അല്ലെങ്കിൽ ഒരു ഏരിയ, ഒരു ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് ലെവലിംഗ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബെഞ്ച് മാർക്ക് ആവശ്യമുണ്ട്. ആ ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബെഞ്ച് മാർക്കിൽ നിന്നുള്ള റീഡിങ്, അത് ഫസ്റ്റ് റീഡിംഗ് ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്നുള്ള റീഡിങ് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്. നമുക്കൊരിക്കലും ഈ ഡാറ്റത്തിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാൻ കഴിയില്ല സാധാരണ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്.
കാരണം നമ്മുടെ ഇന്ത്യയിൽ ഡാറ്റം എന്ന് പറയുന്നത് കറാച്ചിയിൽ ആണ്. കറാച്ചിയിലെ മീൻ സീ ലെവലാണ്. അപ്പോൾ നമ്മൾ വയനാട് അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഒരു സ്ഥലത്ത് ലെവലിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കറാച്ചിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ പ്രാക്ടിക്കലി സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ പോയിന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും പല പല സ്ഥലങ്ങളിൽ. അപ്പോൾ വയനാട് അടുത്തുള്ള ഒരു സ്ഥലത്ത് ബെഞ്ച് മാർക്ക് ഉണ്ടാവും. അവിടെ നിന്നാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക ലെവലിങ്ങിൻ്റെ. സോ ഈ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വിത്ത് ദിസ് വിൽ കൺക്ലൂഡ് ദിസ് സെഷൻ. സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിൽ റിവൈസ്. നമ്മൾ ലെവലിംഗ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞത്. സർവേയിങ്ങിൽ ലെവലിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർട്ടിക്കൽ മെഷർമെൻറ്റ്സ്, വേർട്ടിക്കൽ ഹൈറ്റ്, ഒരു ഗ്രൗണ്ടിലുള്ള പോയിൻറ്റിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ ഒരു ലെവലിംഗ് പ്രോസസ്സിനെയാണ് സിംപ്ലി ലെവലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗ് അത് പറഞ്ഞിരുന്നു, 2 പോയിന്റുകൾ. ദെൻ വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ്, ലെവൽ സർഫസ് എന്താണെന്നുള്ളതും ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണെന്നുള്ളതും, ലെവൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, വേർട്ടിക്കൽ ലൈൻ, വേർട്ടിക്കൽ പ്ലെയിൻ, വേർട്ടിക്കൽ ആംഗിൾ, ഡാറ്റം സർഫസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിഡ്യൂസ്ഡ് ലെവൽ ഓഫ് എ പോയിന്റ്, അതല്ലെങ്കിൽ എലിവേഷൻ ഓഫ് എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് സർഫസ്. ദെൻ ലാസ്റ്റ് ബെഞ്ച് മാർക്ക്. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.